ഹലോ നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ആധാറിൽ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട, പ്രത്യേകിച്ചും ഒരു 40 വയസ്സ് കഴിഞ്ഞ ആളുകൾ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട പ്രധാനപ്പെട്ട 4 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ A to Z ഇൻഫോവേഡിൻ്റെ ഏറ്റവും പുതിയ വീഡിയോ. വളരെ ശ്രദ്ധിക്കുക. ഇതിൽ മൂന്നാമത്തെ കാര്യം നിർബന്ധമായും എല്ലാ ആളുകളും ചെയ്തിരിക്കേണ്ടതാണ്. ഇതിൽ ആദ്യത്തെ കാര്യം പറയുന്നതിന് മുൻപായി നിങ്ങളുടെ ആധാറിലുള്ള വിവരങ്ങളെല്ലാം ശരിയാണെന്നുണ്ടെങ്കിൽ എസ് എന്നും, അതല്ല പേരോ അതല്ലെങ്കിൽ ജനനതീയതി, അഡ്രസ് തുടങ്ങിയിട്ടുള്ള എന്തെങ്കിലും വിവരങ്ങൾ തെറ്റാണെന്നുണ്ടെങ്കിൽ നോ എന്നും, എന്താണ് തെറ്റെന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെ തിരുത്താം, അതിനെന്തെല്ലാം രേഖകളാണ് ആവശ്യമുള്ളത് എന്ന് നമുക്ക് പറഞ്ഞു തരാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായി നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മാൻഡേറ്ററി ബയോമെട്രിക് അപ്ഡേഷൻ. അതായത് ഏതൊരു വ്യക്തിയും 5 വയസ്സിന് മുൻപാണ് അവരുടെ ആധാർ എടുത്തതെങ്കിൽ, ഇപ്പോഴത്തെ കാലത്ത് നഴ്സറിയിൽ ചേർക്കാൻ വരെ ആധാർ കാർഡ് ആവശ്യമായതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാ ആളുകളും അവരുടെ കുട്ടികളുടെ ആധാർ 5 വയസ്സിന് മുൻപ് തന്നെ എടുക്കുന്നുണ്ട്. ഇത്തരം കുട്ടികളുടെ ആധാർ 5 വയസ്സ് പൂർത്തിയാകുന്ന മുറയ്ക്കും, അതുപോലെ പിന്നീട് 15 വയസ്സ് തികയുന്ന സമയത്തും അവരുടെ ആധാർ നിർബന്ധമായും പുതുക്കേണ്ടതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു പുതുക്കലിലൂടെ അവരുടെ ഫോട്ടോ, വിരലടയാളം, കണ്ണിൻ്റെ സ്കാനിങ് തുടങ്ങിയിട്ടുള്ള അതിപ്രധാനമായ കാര്യങ്ങളാണ് പുതുക്കുന്നത്. കൃത്യമായ സമയങ്ങൾ, അതായത് 5 വയസ്സിലും 15 വയസ്സിലുമാണ് നിങ്ങൾ പുതുക്കുന്നതെങ്കിൽ ഇതിന് ഒരു ചാർജും അക്ഷയ കേന്ദ്രങ്ങളിലോ അതല്ലെങ്കിൽ ആധാർ എൻറോൾമെൻറ്റ് സെൻ്ററിലോ നൽകേണ്ടതില്ല. ഇത് തികച്ചും സൗജന്യമാണ്. എന്നാൽ 5 വയസ്സിൽ പുതുക്കേണ്ടത് 7-ാം വയസ്സിലോ അതല്ലെങ്കിൽ 15-ാം വയസ്സിൽ പുതുക്കേണ്ടതിൽ 18 അല്ലെങ്കിൽ 20-ാം വയസ്സിലൊക്കെ പുതുക്കുകയാണെങ്കിൽ 125 രൂപ, പ്രത്യേകം ശ്രദ്ധിക്കുക, വെറും 125 രൂപ മാത്രമേ അക്ഷയ കേന്ദ്രത്തിൽ നൽകേണ്ടതുള്ളൂ. ഇതിന് പ്രധാനപ്പെട്ട കാരണം 5 വയസ്സിന് മുൻപ് നിങ്ങളുടെ ആധാർ എടുക്കുന്ന സമയത്ത് ആരാണോ രക്ഷിതാവായി കുട്ടിയുടെ ഒപ്പം ആധാർ എൻറോൾമെൻറ്റ് സെൻ്ററിൽ ചെന്നത് അവരുടെ വിരലടയാളം, അതായത് അച്ഛൻ്റെയോ അമ്മയുടെയോ വിരലടയാളമായിരിക്കും നൽകിയിട്ടുണ്ടായിരിക്കുക. ഇത് മാറ്റി കുട്ടിയുടെ വിരലടയാളത്തിലേക്ക് മാറ്റുന്നത് 5 വയസ്സിലാണ്. അതുപോലെ തന്നെ ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് അവരുടെ ഫോട്ടോയും അതുപോലെ വിരലടയാളമെല്ലാം വലിയ മാറ്റങ്ങൾ സംഭവിക്കാം. അതുകൊണ്ടാണ് അവർക്ക് ഏകദേശം 15 വയസ്സാകുമ്പോഴേക്കും അവരുടെ ഫോട്ടോ ഏകദേശം സ്റ്റേബിൾ ആവും. ആ സമയത്ത് പുതുക്കൽ നിർബന്ധമായി പറയുന്നത്. അതുപോലെ തന്നെ ഏകദേശം 10 വർഷം കൂടുമ്പോൾ അവർ എല്ലാവരുടെയും ആധാർ ബയോമെട്രിക് അപ്ഡേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കാം. അത് കാരണം അവരുടെ ഫോട്ടോ എല്ലാം ക്ലിയർ ആയിരിക്കുകയും, അതുപോലെ നമ്മുടെ സിമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ചിലപ്പോൾ ചില ജോലികളിൽ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് ചിലപ്പോൾ എന്തെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടാകും. അതെല്ലാം പുതുക്കുന്നതിലൂടെ നിങ്ങളുടെ വിരലടയാളം മറ്റും റേഷൻ കടകളിലും അതുപോലെ മറ്റു ബയോമെട്രിക് ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങളിലും ലഭിക്കുന്നതാണ്. വീഡിയോയിൽ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായും ഒരു 35 അതല്ലെങ്കിൽ 40 വയസ്സ് കഴിഞ്ഞ ആളുകളായിരിക്കാം. അവരുടെ എല്ലാവരുടെയും ആധാർ കാർഡ് എടുത്തിട്ട് ഏറ്റവും മിനിമം 10 മുതൽ 12 അല്ലെങ്കിൽ 15 വർഷമെല്ലാം ആയിട്ടുണ്ടാകും. ഇനി നിങ്ങളുടെ ആധാർ എടുത്തിട്ട് 35 വയസ്സായിട്ടില്ലെങ്കിലും 10 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആധാർ പുതുക്കേണ്ടതാണ്. ഈ ഒരു പുതുക്കുന്നതിന് ഡോക്യുമെന്റ് അപ്ഡേഷൻ എന്നാണ് പറയുക. അതായത് നിങ്ങളുടെ പേര്, അഡ്രസ് തെളിയിക്കുന്ന ഒരു രേഖയുമായി തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ അതല്ലെങ്കിൽ ആധാർ എൻറോൾമെൻറ്റ് സെൻ്ററിലോ ചെന്നാൽ വെറും 75 രൂപ നൽകി നിങ്ങൾക്ക് പുതുക്കാവുന്നതാണ്. ഇനി അതല്ല, നിങ്ങളുടെ ആധാറിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോൺ മുഖേനയോ അതല്ലെങ്കിൽ കമ്പ്യൂട്ടർ മുഖേനയോ എല്ലാം സൗജന്യമായി പുതുക്കാവുന്നതാണ്. മൂന്നാമതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് വീഡിയോയിൽ തുടക്കത്തിലും പറഞ്ഞിരുന്നു, എല്ലാ ആളുകളും നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും അവരുടെ ആധാറിൽ അപ്ഡേറ്റ് ചെയ്യുക എന്ന്. പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലപ്പോൾ ഈ ഒരു സമയങ്ങളിൽ പണ്ടത്തെ പോലെയല്ല, ചിലപ്പോൾ 1-2 മാസത്തേക്ക് മാത്രം നമ്മൾ സിം ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് നമ്മൾ അത് ഉപേക്ഷിക്കും. ഇത്തരം അവസരങ്ങളിൽ നമ്മൾ സ്ഥിരമായി ഏത് സിമ്മാണോ അല്ലെങ്കിൽ ഏത് നമ്പറാണോ ഉപയോഗിക്കുന്നത് ആ ഒരു നമ്പറുമായിട്ട് തന്നെ ലിങ്ക് ചെയ്യുക. ചിലപ്പോൾ നമ്മൾ മൊബൈൽ സിം എടുത്ത സമയത്ത് നമ്മുടെ അങ്ങോട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടാവും, അതായത് സിമ്മിലേക്ക് ആധാർ ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. അത്തരത്തിലുള്ള ലിങ്കിങ് അല്ല, നിങ്ങളുടെ ആധാറിലേക്ക് നിങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യുക. കാരണം ഇൻഷുറൻസ് അടക്കമുള്ള എന്ത് ആവശ്യങ്ങൾക്കും ആധാറിൽ നിന്ന് വരുന്ന OTP ആവശ്യമായിരിക്കാം. അതുപോലെ തന്നെ ഇമെയിൽ ഐഡിയും ലിങ്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതെങ്കിലും ഒരു അവസരത്തിൽ നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ OTP ഇമെയിലേക്ക് വരുന്നതാണ്. നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ ഉള്ള ഏരിയ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇമെയിൽ ഐഡി ഓപ്പൺ ചെയ്ത് ആ OTP ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ട്, ഇമെയിൽ ഐഡി ലിങ്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ, ഒരു ആധാറിൻ്റെ ആപ്ലിക്കേഷൻ, അതുവഴി നിങ്ങൾക്ക് സിമ്പിളായി സൗജന്യമായി ഇമെയിൽ ഐഡി ലിങ്ക് ചെയ്യാം. ഏകദേശം 1 ദിവസം അതല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് തന്നെ റെഡി ആവുന്നതാണ്. ഇത്തരത്തിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറും ആധാർ ലിങ്ക് ചെയ്തിട്ടുണ്ട്, ഇമെയിൽ ഐ ഡി ലിങ്ക് ചെയ്തിട്ടില്ല, ഇത്തരത്തിലുള്ള ആളുകളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ
പറഞ്ഞാൽ നമുക്ക് എങ്ങനെ അത് ചെയ്യാമെന്നുള്ളതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ നൽകാവുന്നതാണ്. നാലാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഇത്തരത്തിൽ നിങ്ങളുടെ ആധാറിൽ എന്തെങ്കിലും വിവരങ്ങൾ മാറ്റം വരുത്തുകയോ അതല്ലെങ്കിൽ ബയോമെട്രിക് വിവരങ്ങൾ പുതുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആധാർ പോസ്റ്റ് വഴി പുതിയത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറും 75 രൂപ ഓൺലൈൻ വഴി പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ പുതിയ മോഡൽ PVC ആധാർ കാർഡ്, അതായത് ATM മോഡലുള്ള ആധാർ കാർഡ് നിങ്ങൾക്ക് പോസ്റ്റ് വരുന്നതാണ്. നിങ്ങളുടെ ആധാർ ഇനി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അതുപോലെ വലിയ ആധാർ കാർഡാണ് നിങ്ങളുടെ കയ്യിലെങ്കിൽ എല്ലാം ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ്. എന്നാൽ പല അക്ഷയ കേന്ദ്രങ്ങളിലും ആധാർ എൻറോൾമെൻറ്റ് സെൻറ്ററിലുമെല്ലാം ആ വെബ്സൈറ്റിൽ നിന്ന് ഈ ആധാർ ഡൗൺലോഡ് ചെയ്ത് കാർഡ് രൂപത്തിലാക്കി നൽകുന്നുണ്ട്. ഇതിനേക്കാൾ ഏറ്റവും നല്ലതാണ് ഒറിജിനൽ ആധാർ കാർഡ് നമുക്ക് പോസ്റ്റ് വഴി വരുന്നതിന് വെറും 75 രൂപ മാത്രം നൽകിയാൽ മതിയാകും. ഇനി നിങ്ങൾക്ക് ആധാറുമായിട്ടോ അതല്ലെങ്കിൽ മറ്റു നമ്മൾ ഇതിനു മുൻപ് ചെയ്ത വീഡിയോ ആയി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും സഹായം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കുന്നതിനായി നമ്മുടെ A to Z Info എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ജോയിൻ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നമ്മുടെ ഇതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കുകയും അതുവഴി നിങ്ങൾക്ക് എന്തെങ്കിലും സഹായങ്ങൾ ആവശ്യമാണെങ്കിൽ, ഓൺലൈൻ സംബന്ധമായ എന്തെങ്കിലും സഹായം ആവശ്യമാണെങ്കിൽ സഹായം ലഭിക്കുന്നതുമാണ്. ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഇനി അതല്ല നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്ത് നമ്മുടെ ഒപ്പം കൂടാവുന്നതാണ്.